നിശ്ചയമായും അല്ലാഹു തആല ഹറമ അലൈക്കും നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കി കളഞ്ഞിട്ടുണ്ട് ഉമ്മമാരെ വെറുപ്പിക്കൽ, ഉമ്മമാരെ വെറുപ്പിക്കുക എന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. മൻഅനും ഹാത്തിയും അത് രണ്ട് പ്രയോഗമാണ്. അവകാശം ഉള്ള അവകാശത്തെ നിഷേധിക്കുക, ഒരാൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കുക, അതാണ് മൻഅ. ഹാത്തി പറഞ്ഞാൽ ഒരാൾക്ക് അവകാശമില്ലാത്തത് ആവശ്യപ്പെടുക. രണ്ടും കുറ്റാണ്. അവകാശ നിഷേധവും കുറ്റാണ്, അതോടൊപ്പം തന്നെ അവകാശമില്ലാത്തതിനെ ചോദിക്കലും കുറ്റാണ്. ഇങ്ങനെയിപ്പോൾ അത് പറയാ. അവകാശ നിഷേധം, ഒരാളിപ്പോൾ പള്ളിയിൽ വന്നു, ഒന്നാമത്തെ സുഫിൽ ഇരുന്നു, നേരത്തെ തന്നെ പള്ളിക്ക് വന്നു, ഒന്നാമത്തെ സുഫിൽ ഇരുന്നു, വെള്ളിയാഴ്ച മഴയ്ക്ക് ഒരേ കഴിഞ്ഞപ്പോഴാണ് വേറാള് വരുന്നത്. മൂന്ന് ആചാരം വലിയ പൈസക്കാരനാണ്, വിളിച്ചോളൂ ഇതിൻ്റെ സീറ്റാണ്, അങ്ങനെ സീറ്റ്, അങ്ങനെയൊക്കെ പള്ളിക്ക് സീറ്റ് റിസർവ് ഉണ്ടോ? ആരാ നേരത്തെ വന്ന് ഒലക്കിയിരിക്കാം. പലർക്കും വന്നപ്പോൾ ആചാരം ബഹുമാനിച്ചുകൊണ്ട് മാറി കൊടുത്താൽ ഓക്കെ, തിരിച്ചവിടുന്നു ഇതിൻ്റെ സീറ്റാണ്. അപ്പം അത് മറ്റൊരു അവകാശം നിഷേധിക്കലാണ്, അവനുള്ള അവകാശത്തെ നിഷേധിക്കലാണ്. അത് പറ്റില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോടെ പറയാണ്, നാട്ടിൽ ആരൊക്കെ നാളെ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാകുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്പർ കൊടുത്ത 10 ആൾക്കാർ പോയി. അപ്പം നോക്കുമ്പോൾ നമ്പർ കൊടുക്കാത്ത ഒരുത്തനാ കൂടുതൽ പെട്ടു. ഭക്ഷണം കണക്കായിട്ട് വന്നു, എന്നാൽ ആ നമ്പർ കൊടുക്കാതെ പോയല്ലേ അവൻ ആ നമ്പർ കൊടുത്തു, അവൻ അവകാശത്തെ നിഷേധിച്ചു വേണം, അവന് ഹലാലാവില്ല. അവകാശപ്പെട്ട ഒരു കാര്യത്തെ നിഷേധിക്കുക, അത് അമ്മൻ എന്ന് പറഞ്ഞാൽ അവകാശത്തെ നിഷേധിക്കുക വലിയ കുറ്റാണ്. ഹാത്തി എന്ന് പറഞ്ഞാൽ അവകാശപ്പെടാത്തതിനെ ആവശ്യപ്പെടും. മിക്കവാറും നടക്കുന്ന ഈ കുടുംബ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും? എന്തോ കാരണത്താൽ തൊലാഖിന്റെ വക്കിലെത്തും, രണ്ടാളും പിരിയും. അങ്ങനെ പിരിയുമ്പോൾ ഇസ്ലാം കൽപ്പിച്ചത് എങ്ങനെയാണ്? ഔ തസ്രീഹും ബി ഇഹ്സാൻ, നല്ല നിലക്ക് പിരിയണമെന്നാണ്. അതിന് പകരം ഇപ്പം കോടതി രണ്ടും ഇല്ലാത്തൊക്കെ കേസ് കൊടുക്കും. ആകെ 10 പവൻ പണ്ടേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, 40 പവൻ ഞാൻ കൊണ്ടും കൊടുത്തിരുന്നു, അതോ കൊണ്ടേക്കാണ് മുങ്ങിക്കുന്നത്. അമ്മായിമ്മ വടിയെടുത്ത് അടിച്ചിക്കണം, അമ്മോശങ്ങളൊക്കെ പീഡിപ്പിച്ചിക്കണം, നീച്ച വയ്യാതൊക്കെ തള്ളണ്ടോ, ആ തള്ള ചവിട്ടിക്കണം, ഒക്കെ കേസ് കൊടുക്കും. അതിന് വക്കീലന്മാർ പറഞ്ഞു കൊടുക്കും ചെയ്യും. അങ്ങനെയൊക്കെ കട്ടിയൂട്ടി കൊടുത്തെങ്കിലേ കേസ് വിജയിക്കുള്ളൂ. എന്നിട്ടെല്ലാം പാടെ കഴിഞ്ഞിട്ട് കല്യാണ ചെലവ് എത്ര ഉണ്ട്? 1.5 ലക്ഷം രൂപ കല്യാണ ചെലവുണ്ട്, അത് കിട്ടണം. പിന്നെ തന്നെ മകർ തിരിച്ചൊന്നും തീരൂല. എന്നിട്ടോ 40 ലക്ഷം റുപ്യാണ് തീരണമെങ്കിൽ. ഈ പൈസ എങ്ങനെ ഹലാലാവും? ഇതൊരിക്കലും അവകാശപ്പെട്ടതല്ല. ഓൻ അവകാശപ്പെട്ട എന്താന്ന് വെച്ചാൽ മഹർ ഓൻ അവകാശപ്പെട്ടതാണ്. പിന്നെ അവൻ കൊടുത്തിരുന്ന വല്ല പണ്ടവും ഓൻ എടുത്തിട്ടുണ്ടെങ്കിൽ 10 പവൻ 10 പവൻ, 15 15, അത് തിരിച്ചു കൊടുക്കാൻ അവകാശപ്പെട്ട, അതിൻ്റെ അപ്പുറത്തേക്ക് അവകാശമില്ല. പിന്നെ നാട്ടു നടപ്പ് എന്നുള്ള രീതിയിൽ ഒരു മര്യാദന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തപ്പെട്ട ഒരു പെൺകുട്ടിയല്ലേ, ആ പെൺകുട്ടിക്ക് ഭാവി പ്രശ്നമാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് മധ്യസ്ഥന്മാർ ആവശ്യപ്പെട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ മാന്യമായി അതൊരു പൊരുത്തപ്പെട്ട് കൊടുത്തെങ്കിൽ മാത്രം മറ്റൊക്കെ ഹലാലാകും. ഇത് വിറ്റ് തുറഞ്ഞാലും ആളൊരു വാശിന്റെ മുകളിൽ ഓൾക്കറിയാൻ പെൺകുട്ടിൻ്റെ അടുത്ത തകരാറ്, ഓള് റോങ് ആയിട്ട് ചെയ്തതാ. ഓള് കല്യാണം കഴിഞ്ഞതിന് ശേഷം മുമ്പത്തെ ബന്ധം എന്തോ പുലർത്തിയതാ, മറ്റേതൊക്കെ ഫോൺ ചെയ്ത് കയ്യോടും കൂടെ പുതിയാപ്പിള പിടിച്ചതാ. അങ്ങനെയൊക്കെ ചെയ്തിട്ടാ അപ്പോൾ ഇത് ഒഴിവാക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഓള് തുറന്നു പറിച്ച് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ പുതിയാപ്പിള പോകാൻ പിന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ തടഞ്ഞു, അപ്പോൾ അത് ഒഴിവാക്കി. ഇങ്ങനെയൊക്കെ കാരണങ്ങളുണ്ട്. അതൊക്കെ അല്ലെങ്കിൽ രോഗം മുമ്പേ ഒക്കെ ഉണ്ട്, മറച്ചു വെച്ച് കല്യാണം കഴിച്ചത്. അപ്പം അവിടെയൊക്കെ നല്ല നിലയ്ക്ക് പിരിയുക, ഒരു മാന്യമര്യാദക്ക് ഒരു സന്തോഷത്തിന് എന്തോ ചോദിക്കുമ്പോൾ കൊടുക്കുന്നതിനപ്പുറം പരിധി വിട്ട് ജീവിക്കുക. ആ കുടുംബങ്ങൾ എന്ത് ചെയ്യുക? ഓർക്ക് രക്ഷപ്പെടണ്ടേ, ഒരു കല്യാണം കഴിക്കണ്ടേ, ഉള്ളതൊക്കെ വിറ്റ് മുടിച്ചിട്ട് കൊടുക്കുക. എവിടുന്ന് ഹലാലാവുന്നത്? അത് ഹാത്തി എന്ന് പറഞ്ഞപ്പോൾ, അതായത് ആവശ്യമില്ലാത്ത അവകാശമില്ലാത്തതിനെ ആവശ്യപ്പെടുക. ഇവരെ റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ട്, ഹറമ അലൈക്കും. റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങൾക്ക് പാടെ നിഷിദ്ധമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ നിഷിദ്ധമാക്കിയെന്ന് റസൂലുള്ളാഹി പറഞ്ഞ മുസ്ലിം ഉമ്മത്തിനാണ് ഏറ്റവും കൂടുതൽ കോടതി ഇത് ആവശ്യപ്പെടും. വക്കീലന്മാരെ നിൽക്കും ചെയ്യും, കാരണം അവർക്ക് നിശ്ചയ ശതമാനം കമ്മീഷൻ ഉണ്ട്. അപ്പം അതനുസരിച്ച് എന്ത് ചെയ്യും? അവർ കേസുകളനുസരിച്ച് കട്ടികൂട്ടും, അവർ ഉപദേശിക്കും ചെയ്യും. ഇങ്ങനെ കട്ടികൂട്ടി കേസ് കൊടുത്തെങ്കിലേ
എന്ത് ചെയ്യുള്ളൂ, സംഗതി വല്ലതും കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളടക്കം എല്ലാ ആളുകളും തയ്യാറായാലും. അതുകൊണ്ട് റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ട്, ഹറമല്ലാഹു അലൈക്കും, നിങ്ങൾക്കത് ഹറാമാക്കിയിട്ടുണ്ട്. ഒന്ന് അനാവശ്യമായതിനെ ആവശ്യപ്പെടലും ഉള്ള ആവശ്യത്തിനെ ധ്വംസിക്കലും, രണ്ടും പാടില്ല. അവകാശത്തെ ധ്വംസിക്കാനും പാടില്ല, അനാവശ്യമായതിനെ വാങ്ങാനും പാടില്ല, ചോദിക്കാനും പാടില്ല. ജീവനോടുകൂടെ പെൺകുട്ടികളെ കുഴിച്ചുകൂടാ. അത് അന്നത്തെ ഒരു സംസ്കാരം. പെൺകുട്ടികൾ ജനിച്ചെന്ന് പറഞ്ഞാൽ കൊല്ലൂല, മണ്ണ് കട്ടിട്ട് മേലെ മണ്ണുണ്ട്, കുഴിക്കിട്ടിട്ട് മണ്ണ മൂടുക, ജീവനോടെ കുഴിച്ചുകൂടാ. വളരെ നിഷ്ഠൂരമായ. അപ്പൊ അതിന്റെ തുല്യമായിട്ട് ഇതും വായിച്ചിട്ട് പറഞ്ഞു. പിന്നെ കരികലക്കും നിങ്ങൾക്ക് റസൂലിനെ വെറുത്തിരിക്കുന്നു, ഈ ലവക്കാല കണ്ടതും കേട്ടെന്ന് പറഞ്ഞു. വാട്സപ്പിൽ നിങ്ങൾ വന്നാ മതി. ഇതിന്റെ ഉറവിടം എവിടെയാണ്, ഇതുണ്ടായിട്ടുണ്ടോ അല്ലേ, ഒന്നും ഉണ്ടാവില്ല. അങ്ങോട്ട് ഫോർവേഡ് ചെയ്തു. പിന്നെ അവസാനം മുൻ നോക്കുമ്പോൾ അത് ഫേക്ക് ആയിരുന്നു, ജാതിന്തിനെ വരുത്താനുണ്ട്. ഈ ഇത് ഫോർവേഡ് ചെയ്യാനൊക്കെ സമയം വേണ്ടേ, മറ്റുള്ളവന് കേട്ടിട്ട് ഡിലീറ്റ് ആക്കാൻ സമയം വേണ്ടേ. ഒരുത്തരുടെ സമയം വിലപ്പെട്ടതല്ലേ, സമയത്തിന് വല്ല വിലയുണ്ട് ഇസ്ലാമില്. സമയം അതൊരു വാളാണ്. ഇല്ലം തഖ്തഉഹു, നീ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് നിന്നെ മുറിച്ച് കളയും, നിന്നെ ഉപയോഗപ്പെടുത്തും. നേരം എടുത്തിട്ട് ഇന്നത്തെ എത്രയും സമയം കടന്നുറങ്ങിയവർക്കും സമയം പോയി, വല്ല ഖുർആൻ ഓതിയവർക്കും സമയം കിട്ടി, സ്വതം കൊടുത്തവർക്കും വർക്ക് ചെയ്തവർക്കും സമയം അതിൻ്റെ പണി എടുത്തുകൊണ്ടേയിരിക്കും. സമയത്തിന് വലിയ വിലയുണ്ട്. അപ്പം ഈ വിട്ട ന്യൂസ് തന്നെ പിന്നെയും പിന്നെയും ഗ്രൂപ്പിൽ വിട്ടിട്ട് ഒരാൾക്ക് 15 ഗ്രൂപ്പിൽ ഒറ്റ ന്യൂസ് വന്നു, അത് ഡിലീറ്റ് ആക്കാൻ 15 സെക്കൻഡ് ചുരുങ്ങിയത് വരൂലേ. ഇത് ഇവന്റെ വയസ്സെന്നുള്ള കണക്കാക്കിയ വയസ്സൊന്നും പോയില്ലേ, എന്തിനാണ് നടക്കുന്നത്. അപ്പോൾ ഒരു വാർത്ത നമ്മൾ മറ്റൊരാളോട് പറയണമെങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന വാട്സപ്പ് മെസ്സേജ് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യണമെങ്കിലും അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കണം. ഇല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്താണ്, വക്കരിക, അല്ലാഹു തആല വെറുത്തിട്ടുണ്ട്, ലക്കും നിങ്ങൾക്ക് കണ്ടതും കേട്ടതും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുക എന്നർത്ഥം. റൂമറുകൾ, ഉറവിടമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുക, അത് റസൂൽ നശിപ്പിച്ച് വെറുത്തിട്ടുണ്ട്. സുആൽ, ആവശ്യമില്ലാത്ത ചോദ്യം, വെറുതെ ഓരോന്ന് ചോദിച്ചുണ്ടാക്കുക. ആൾക്കാർ യാതൊരു പങ്കുമില്ല.